ഹലോ, എല്ലാവർക്കും പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവക്കുട്ടി കരാട്ടെ ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവക്കുട്ടി എന്തൊക്കെയാണ് കഴിച്ചത്, പൊന്നൂസും എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഒരു രസമല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ, എന്തൊക്കെയാണ് അവരിന്ന് കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. രാവിലെ അവർ കഴിച്ചത് ഓട്സ് ആണ് കേട്ടോ. അത് കഴിച്ചിട്ട് നേരെ കരാട്ടെ ക്ലാസ്സിലോട്ട് ഞങ്ങൾ പോയി. 8 മണിക്കായിരുന്നു കരാട്ടെ ക്ലാസ്. 8 മണി തൊട്ട് 9:30 വരെ ആയിരുന്നു കരാട്ടെ ക്ലാസ്. അപ്പോൾ രാവിലെ ഞങ്ങളല്ല കുട്ടിയും മുന്നൂസും ഓട്സ് കഴിച്ചിട്ട് ആണ് കരാട്ടെ ക്ലാസ്സിലോട്ടേക്ക് പോയത്. അങ്ങനെ 9:30 മണിയായപ്പോഴത്തേക്കും കരാട്ടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നേരെ തൊട്ടടുത്തുള്ള ബേക്കറിയിലോട്ട് പോവാണ്. എന്നിട്ട് അവർക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 ഡപ്പം മേടിച്ചു. അവർക്കത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പോയി വീടെത്തിയ കഴിഞ്ഞിട്ട് പൊന്നൂസും ഇവക്കുട്ടിയും ഞാനൊക്കെ ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഇവക്കുട്ടിയും പൊന്നൂസും നല്ലൊരു ഉറക്കം ഉറങ്ങി. കാരണം ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റാണ്, 2 പേരും ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റാണ്. കാരണം കരാട്ടെ ക്ലാസ് 8 മണിക്കായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ അവിടെ എത്തണമായിരുന്നു. പിന്നെ വെളുപ്പിനെ അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റായിരുന്നു 2 പേരും. അപ്പോൾ ഉറക്കം അങ്ങോട്ട് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും 2 മണിയൊക്കെ ആയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ 10, 10:30, 11 മണി ആയായിരുന്നു. കാരണം ബേക്കറിലൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആ ടൈമായി. എന്നിട്ട് ഇവക്കുട്ടി മുന്നൂസ് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് അവർ എഴുന്നേറ്റു. എന്നിട്ട് ചോറ്, പിന്നെ ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ, മുരിങ്ങാക്കോലിട്ട് വെച്ച ചാറുകറിയും പിന്നെ ഉണക്കക്കൊഴുവ വറുത്തത് ഉണ്ടായിരുന്നു. അതുകൂട്ടി അവർക്ക് ചോറ് കൊടുത്തു. കണ്ടോ, ഉറക്കൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും അവർ എഴുന്നേറ്റായിരുന്നു. ഞാൻ വിളിച്ചെണീപ്പിച്ചതല്ല, അവർ തന്നെ എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ അവർക്ക് നല്ല അടിപൊളി ഉച്ചയൂണ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും കറിയൊക്കെ കൂട്ടി അങ്ങനെ കുഴച്ച് 2 പേർക്കും അമ്മ അമ്മ വാരി കൊടുക്കുകയാണ് ഗൈസ്. സാധാരണ അവർ തന്നെ കഴിച്ചോളും, ഇളയാൾക്ക് മാത്രമേ വാരി കൊടുക്കേണ്ട ആവശ്യം വരാറുള്ളൂ. പക്ഷേ ഇന്ന് പറഞ്ഞു അമ്മ വാരി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് 2 പേർക്കും ഞാനങ്ങനെ വാരി കൊടുക്കുകയാണ്. മക്കളൊരാഗ്രഹം പറയണല്ലേ, അപ്പോൾ അങ്ങോട്ട് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വാരി കൊടുക്കുകയാണ്. അവർക്ക് കറിയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചക്കക്കുരു, മാങ്ങയും, മുരിങ്ങാക്കോലൊക്കെ ഇട്ട് വെച്ച കറി, അങ്ങനത്തെ ചാറ് കറിയൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പരിപ്പ് കറി, പിന്നെ തക്കാളിക്കറി, ഇതൊക്കെ ഇല്ലേ, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ചാറ് കറി മിക്കപ്പോഴും ഇങ്ങനെ വെക്കണത്. അപ്പോൾ അങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞു ഗൈസ്. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ചായ വെക്കണം കണ്ടപ്പോഴത്തേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു മിഠായി പൊട്ടിച്ചോട്ടേ എന്ന് ചോദിച്ച് വന്നായിരുന്നു. കാരണം അമ്മ ചായ കുടിക്കണല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അവർ മിഠായി കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാറില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പിള്ളേർക്ക് ഞാൻ ചായ കൊടുക്കാറേ ഇല്ല. വല്ലപ്പോഴും ഒരു കൊതി തോന്നി അവർ പറഞ്ഞാൽ ഒരു ഇച്ചിരി കൊടുക്കും, അല്ലാണ്ട് എപ്പോഴും ചായ ഒന്നും കൊടുക്കാറേ ഇല്ല. ഇവക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം എന്നോട് ചോദിക്കാണ്ടൊന്നും അവർ തന്നെ പൊട്ടിച്ചൊന്നും കഴിക്കാറില്ല. ഇപ്പോൾ ആരെന്ത് കൊടുത്താലും അവർ എൻ്റെ കൊണ്ട് തരും. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ കഴിക്കണോ വേണ്ടതെന്ന് ഞാൻ പറയും. അപ്പോൾ പൊട്ടിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ എടുത്ത് വെക്ക്, നാളെ കഴിക്കാമെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് വേറെ മിഠായിയൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കിറ്റ്കാറ്റിൽ 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും ഹാപ്പി ആയിട്ടുണ്ട്. ഈക്വൽ അല്ലേ, അപ്പോൾ തല്ലുപിടുത്തോ ബഹളോ അങ്ങനെ ഒന്നുമില്ല. 2 പേരും ഹാപ്പിയായി, 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ അവരുടേതായ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നോളും. പിന്നെ ഞാൻ ചായ കുടിച്ച ഉടനെ തന്നെ അവർക്ക് പപ്പായ മുറിച്ച് കൊടുത്തിട്ടാ. വൈകുന്നേരം ഒന്നും കൊടുത്തില്ലായിരുന്നല്ലോ, അപ്പോൾ പപ്പായ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീസാക്കിയിട്ട് ഒരു സ്പൂണും കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ കുത്തിയൊക്കെ കഴിച്ചോളും. പപ്പായൊക്കെ കഴിക്കണം നല്ലതാണല്ലോ. വൈകുന്നേരം എപ്പോഴും നമ്മൾ ഈ വേവിച്ചതും ഇങ്ങനെ ഉപ്പുമാവ് അല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ്, ഏത്തപ്പഴം പുഴുങ്ങിയത്, ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു നൂഡിൽസ് അങ്ങനെയൊക്കെ കൊടുക്കാറ്. അപ്പം ഞാൻ പപ്പായ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ, പിന്നെ സൗന്ദര്യം കൂടുമല്ലോ. അപ്പോൾ വീട്ടിൽ പപ്പായ ഉള്ളതുകൊണ്ട് അത് മുറിച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തേനെ. അപ്പോൾ എന്തെങ്കിലും വൈകുന്നേരം മസ്റ്റാണ്, ഞാൻ എന്തെങ്കിലും കൊടുക്കാണ്ടിരിക്കില്ല. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. രാത്രി എന്ത് ഫുഡാണ് കഴിക്കണതെന്ന് കാണണ്ടേ നിങ്ങൾക്ക്. പിന്നെ രാത്രി സ്പെഷ്യലാണ്. കുറേ നാൾ കൂടി ഞങ്ങളൊരു സാധനം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോണ വഴി ഗേറ്റട കിട്ടി. അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി. അങ്ങനെ തീവണ്ടിയൊക്കെ പോകണം കണ്ടോ ഗൈസ്. അതിനുശേഷം ഗേറ്റ് തുറന്നു. ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലോട്ട് പോയി. അതിനുശേഷം ഞങ്ങൾ ഇവക്കുട്ടിയുടെ സ്കൂളിൻ്റെ അടുത്തൊരു തട്ടുകടയുണ്ട് കേട്ടോ. ഞങ്ങൾ പണ്ട് സ്ഥിരം മേടിച്ചുകൊണ്ട് നിന്നതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് മേടിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്താ മേടിക്കണേന്ന് വീട്ടിൽ ചെന്നിട്ട് കാട്ടിത്തരുള്ളൂ. അപ്പോൾ അങ്ങനെ തട്ടുകട എത്തി ഗൈസ്.
അങ്ങനെ അപ്പയും പൊന്നൂസും കൂടിയാണ് ഫുഡ് മേടിക്കാനായിട്ട് കയറിയത്. ഞാനും യുവക്കുട്ടി ഓട്ടോയുടെ അവിടെ തന്നെ നിന്നു. യുവക്കുട്ടി ഞാൻ പോയാലേ അവളും വരുള്ളൂ കേട്ടാ. ഞാൻ ഇവിടെ ഒറ്റ നിൽക്കണമെങ്കിൽ അവൾ പോവില്ല, എനിക്ക് കൂട്ടിനായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ യുവക്കുട്ടിയും കൂടി ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ദേ അമ്പിളി അമ്മാവൻ, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് പകർത്തിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പിളി അമ്മാവനെയും കൂടി കണ്ടോളൂ ഗൈസ്. അങ്ങനെ ഫുഡ് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു. അപ്പോൾ ഓട്ടോയുടെ പേരൊക്കെ വായിച്ച് ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ പേരാണല്ലോ, അപ്പോൾ അതൊന്ന് വായിച്ചേക്കാമെന്ന് വിചാരിച്ചു. പൊക്കത്ത് അവരുടെ പേരുണ്ട്, ഇസ ഇവ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഇസ ഇവ. അറിയാത്തവരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണേ. അപ്പോൾ ഇസ ഇവ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്, ഗായത്രി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. എന്താ മേടിച്ചത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ രാത്രി യുവക്കുട്ടിയും പൊന്നൂസും പിന്നെ ഞങ്ങളും എന്താ കഴിക്കണേന്ന് കാണണ്ടേ? കുറേ നാൾ കൂടിയിട്ട് ഞങ്ങൾ എന്താ മേടിച്ചേക്കണത്? നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ചൂടോട് കൂടിയ കപ്പയും പോട്ടിയും. കുറേ നാളായി കഴിച്ചിട്ട്. അപ്പം ഇന്ന് അത് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി ഇതിൽ കൈയിട്ട് വരും. അപ്പോൾ വേറെ പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും സേഫായിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം ബ്രെഡും ജാമും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും ജാമും കൂടി അങ്ങോട്ട് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് അടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. രാത്രിയിലെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ. ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.